വിസ തട്ടിപ്പുകാരനും മെത്രാനായി. വിസ തട്ടിപ്പ് നടത്തിയതിന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിൽ നിന്നും പുറത്താക്കിയ തീവെട്ടിക്കത്തനാർ അടൂരിൽ മെത്രാനായി വാഴുന്നു. ചുവന്ന നൈറ്റിയും വടിയും ഒക്കെ പിടിച്ച് ആ പോക്കൊന്ന് കാണണം. തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ശാമുവേൽ എന്ന കത്തനാരാണ് ഇപ്പോൾ മാത്യൂസ് മാർ കൂർലോസ് എന്ന പേരിൽ വിലസുന്നത്. മുമ്പ് ഇയാൾ വികാരിയായിരിക്കുമ്പോൾ കണ്ണൂർ സ്വദേശി ആൻസി അടക്കം 20ഓളം പേരിൽ നിന്നായി വിസയ്ക്കെന്ന പേരിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയ മുതലാണ് ഇദ്ദേഹം. പണം വാങ്ങി മുങ്ങിയ ഇയാളെപ്പറ്റി ഏറെക്കാലം തട്ടിപ്പിന് ഇരയായവർക്ക് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആൻസി ഇയാളെ പ്രതിയാക്കി പരാതി നൽകിയതോടെയാണ് തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാവുന്നത്. തട്ടിപ്പിന് ഇരയായവർക്ക് ഇയാൾ ഓർത്തഡോക്സ് സഭയിലെ കത്തനാരാണെന്ന് അറിയില്ലായിരുന്നു. പിന്നീട് ഇക്കാര്യം അറിഞ്ഞതോടെ ഓർത്തഡോക്സ് സഭയിലും പരാതി എത്തി. മെത്രാന് കാശ് കൊടുത്ത് സുഖിപ്പിക്കുവാൻ പറ്റാത്തത് കൊണ്ട് മെത്രാൻ ഇടപെട്ട് ഇയാളെ സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. കാരണം വിശ്വാസികളെ പിഴിയാൻ ആവശ്യത്തിലധികം തീവെട്ടികളും കൊള്ളക്കാരും ഇന്ന് സഭയിൽ ആൾറെഡി ഉണ്ട്. പിന്നെ പുതിയൊരെണ്ണം കൂടി എന്തിന്? ഏതാണ്ട് ഇതേ കാലയളവിലാണ് അടൂർ കടമ്പനാട് കേന്ദ്രീകരിച്ച് മാത്യൂസ് മാർ ഗ്രിഗോറിയോസ് എന്ന പേര് സ്വീകരിച്ച മറ്റൊരു തീവെട്ടി മലങ്കര സ്വതന്ത്ര ഓർത്തഡോക്സ് സഭ എന്ന പുതിയ സഭ രൂപീകരിച്ച് അദ്ദേഹത്തിന്റെ ആസനം ഭദ്രമാക്കി സ്വയം മെത്രാനായി പ്രഖ്യാപിച്ചത്. ഈ മെത്രാനെയും അദ്ദേഹത്തിന്റെ അരമനയെയും ചുറ്റിപ്പറ്റി ദുരൂഹതകൾ ഏറെയായിരുന്നു. തന്നെ മെത്രാനായി വാഴിച്ച ആമേന്നൂരിലെ മെത്രാനുമായി ഉടക്കിപ്പിരിഞ്ഞ ശേഷമാണ് സ്വർഗീയാഗ്നി അഥവാ ഹെവൻലി ഫയർ എന്ന പേരിൽ ഈ തീവെട്ടി മെത്രാൻ ധ്യാന കേന്ദ്രം ആരംഭിച്ചത്. ഇതിപ്പോൾ പെന്തക്കോസ്റ്റൽ ഓർത്തഡോക്സ് ചർച്ച് ആക്കി മാറ്റിയിരിക്കുകയാണ്. പെന്തക്കോസ്തുകാരുടേതിന് സമാനമായി അനുഭവ സാക്ഷ്യത്തിലൂടെ വിശ്വാസികളെ ചാക്കിട്ട് പിടിക്കലാണ് രീതി. മെത്രാന്റെ തട്ടിപ്പുകളെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആദ്യം വാർത്ത എഴുതിയ ലേഖകനെ പണം കൊടുത്ത് വശത്താക്കാനാണ് മെത്രാൻ ശ്രമിച്ചത്. വഴങ്ങാതെ വന്നപ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു. തട്ടിപ്പ് മെത്രാൻ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കിയ ഇരകൾ തേടിയെത്താൻ തുടങ്ങിയതോടെ തീവെട്ടി മെത്രാൻ നിശബ്ദനായി. മലങ്കര സ്വതന്ത്ര ഓർത്തഡോക്സ് സഭയുടെ മുതലാളി മാത്യൂസ് മാർ ഗ്രിഗോറിയോസ് മെത്രോപ്പൊലിത്തയാണ് മാത്യൂസ് മാർ കൂർലോസിന് മെത്രാഭിഷേകം നടത്തി കൈവെപ്പ് നൽകിയത്. പറ്റിക്കപ്പെട്ടവർ ചേർന്ന് പിന്നീട് കാൽവെപ്പ് നടത്തി എന്നാണ് കേൾക്കുന്ന വിവരം. പ്രാർത്ഥനയ്ക്കെത്തുന്ന സ്ത്രീകളുടെ ഇടയിലൂടെ വിരകുകയാണ് ഇദ്ദേഹത്തിന്റെ ഇഷ്ടവിനോദം. എന്നാൽ ഇയാളുടെ തട്ടിപ്പുകൾ ബോധ്യമായതിനെ തുടർന്ന് തന്റെ സഭയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു എന്ന് സ്വതന്ത്ര സഭയുടെ മുഖപത്രമായ തദ്ദേവൂസിൽ മാർ ഗ്രിഗോറിയോസ് ലേഖനവും എഴുതിയിരുന്നു. ഹലോ, ഇത് പ്രയർ സെന്റർ എവിടെ ആയിരുന്നു? ഒന്ന് പ്രയറിന് വരാൻ വേണ്ടിയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നാ. ഞാൻ ഇവിടെ ഒരു ബാനറോ എന്തോ കണ്ടിട്ടുണ്ടായിരുന്നേ, ഹെവൻലി ഫെയർ എന്ന് പറഞ്ഞേ. ഇനിയിപ്പോ അടുത്ത മാസമേ ഉള്ളൂ തിരുവനന്തപുരത്തുള്ളത്. അടുത്ത മാസോ? ആഹാ. ഇത് മാസത്തിൽ എത്ര മണിയാ? സെക്കൻഡ് സൺഡേ. എല്ലാ സെക്കൻഡ് സൺഡേയോ? ടൈമിംഗ് എങ്ങനെയാണ്? 2 മണി തൊട്ട് 6 മണി വരെ. ഇത് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഇത് സ്വതന്ത്ര സഭയാണോ അതോ? ഒരു വിസക്ക് തട്ടിപ്പ് കേസില് ഒക്കെ പറഞ്ഞു കേട്ടെ ആള്. അല്ലല്ലോ, വിസ തട്ടിപ്പ് കേസിൽ ഒരു വാർത്തയൊക്കെ വന്നേ. മാത്യൂസ് മാർ കൂറിലോസ്. എന്നാലും ഇത് ഉടായിപ്പാണോ ഈ പരിപാടി? പ്രാർത്ഥന വന്ന് നോക്കാം, അന്നേരം അറിയാമല്ലോ. തട്ടിപ്പ് പരിപാടികളാണോ? പ്രാർത്ഥന വന്ന് നോക്കുമ്പോ അറിയാമല്ലോ. അല്ല, നിങ്ങൾക്ക് ഈ കുപ്പായൊക്കെ എവിടുന്നാ കിട്ടിയേ ഈ ഓർത്തഡോക്സയില്? ഓർത്തഡോക്സയില് കുപ്പായൊക്കെ എവിടുന്ന് കിട്ടിയെന്ന്? ഓർത്തഡോക്സുകാർ നമുക്ക് ഒരു ബന്ധമില്ല. പിന്നെ ഈ കുപ്പായൊക്കെ എന്തിനാ ഇടുന്നേ? ഈ കുപ്പായൊക്കെ എന്തിനാണ് ഇടുന്നത്? ചുമ്മാ പറ്റിക്കാനുള്ള പരിപാടിയല്ലേ? ഉടായിപ്പല്ലേ മാഷെ? പറ, സത്യം പറ. അതുകൊണ്ട് മൊണ്ണ വിശ്വാസികൾ ജാഗ്രതയിൽ. ചുവന്ന നൈറ്റിയും താടിയും ഒക്കെ കണ്ട് ഈ തീയിൽ ചെന്ന് ചാടിക്കൊടുക്കരുത്, കരിഞ്ഞു പോകും.
i2i News, an eye for truth.